വല്ലാത്തൊരു ബല്ലിടങ്ങേറ്, വല്ലാത്തൊരു ബല്ലിടങ്ങേറ്, വല്ലാത്തൊരു 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 ബല്ലിടങ്ങേറ്, വല്ലാത്തൊരു ബല്ലിടങ്ങേറ്. വല്ലാത്തൊരു ബല്ലിടങ്ങേറ്. ആ അപ്പോക്കാ ഞാൻ നിങ്ങളൊന്ന് കാണാൻ നിൽക്കുന്നു. എന്തുപറ്റി? അതെങ്ങനെ ഇപ്പം നിങ്ങളോട് പറയാം? തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. തെറ്റിദ്ധരിക്കുക ഞാനോ? ആ ഇവിടെ ആകാശം തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞാടിഞ്ഞൊന്നും സംഭവിക്കാറില്ല. എനിക്കറിയാലോ എൻ്റെ അളിയൻ്റെയും അമ്മേൻ്റെയും വിശേഷം. അതിൽ കൂടുതലൊന്നുമില്ലല്ലോ. മോനെ കുറിച്ചിട്ടാണ്. അത് വെറുതെ. ആ കാര്യമായിട്ടാണ്. എൻ്റെ മോനെ കുറിച്ചോ? എന്തുപറ്റി? നിങ്ങളെ മോനെ ഒരു പെണ്ണിനായിട്ട് ഒരു പെൺകുട്ടിനായിട്ട് കുറേ ദിവസമായിട്ട് കറങ്ങണ ഞാൻ കാണുന്നുണ്ട്. അതേത് എന്തായാലും ഇങ്ങനെ തന്നെ ആയിരിക്കും പറയുമ്പോൾ പറയാം. എനിക്ക് തോന്നിയതാ. കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞല്ലേ. എൻ്റെ മോനോ? നിങ്ങളെ മോനെ. ടൈം എത്രയായി? 3 മണി. ഈ ടൈമിൽ പോയാൽ ആ കൂൾ ബാറിലുണ്ടാവും ഓരോണ്ടാളും. എൻ്റെ ചെറുക്കനോ? നിങ്ങൾക്ക് ഇപ്പോൾ കാണില്ലേ വേണ്ടത്? ഞാൻ പറഞ്ഞ സത്യമാണ്. നിങ്ങൾക്ക് ബോധ്യമാണല്ലോ വേണ്ടത്. കാണാൻ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. എന്നാ വണ്ടി കയറി. ഈ പയ്യണ നേരെ വണ്ടി കയറി കാണിച്ചു തരാം. അല്ല ഞാനിങ്ങനെ മനുഷ്യന്മാരെ കുറിച്ച് നെമീമത്ത് പറയുന്ന ആളല്ല. ആ പള്ളി കയറി പോകാൻ ഞാൻ കരുതി. ഇനിയിപ്പോൾ എന്ത് വന്നാലും ശരി, ഇത് കണ്ടിട്ട് ബാക്കി. ഓക്കെ കാണിച്ചു തരുമ്പോ എന്ന് പറയരുത്. അതൊന്നും പറയില്ല. വിട്. ആ സ്കൂളിൻ്റെ അടുത്തുള്ള അവിടെയാണ് കട. അവിടെ അല്ലേ? ആ അവിടെ തന്നെ. ആ ഇറങ്ങിക്കോളി. ഇവിടെ നേരിട്ട് കണ്ടോളി കേട്ടോ. അവിടെ ഉണ്ടാകും ഓരോണ്ടാടും. നിങ്ങളായി നിങ്ങളെ പാടായി കണ്ടുവരി. ഉപ്പച്ചി എന്താ അവിടെ? എന്താ ഇവിടെ? വെള്ളം കുടിക്കാന്. വെള്ളം കുടിക്കാനോ? ആദ്യമായിട്ട് വരുന്നാണോ അവിടെ? അല്ല 3-4-5 തവണൊക്കെ വന്നിട്ടുണ്ട്. ആരാ നിന്റെ കൂടെ? കൂടെയോ? ആര്? ഞാൻ പുറത്തുനിന്ന് പലരും പറഞ്ഞു കേട്ടോണ്ട് വന്ന്. നീ സ്ഥിരമായിട്ട് ഇവിടെ സ്ഥിരമായിട്ടൊരു പെണ്ണി കൊണ്ട് വരുന്നുണ്ട്. ഞാനോ ഉപ്പച്ചി? ആരത്? ആവശ്യത്തിനുള്ള പേദോഷമൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയത്. ആരാന്നുണ്ടോ ഉപ്പച്ചി ഞെട്ടും. ആ ഞാൻ ഞൊട്ടും. നടക്കെനിക്ക് കണ്ടിട്ട് കാര്യം. നടക്കാണ്ട് നടക്കേ. നിങ്ങളെല്ലാവരും എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? ഇരിക്കവിടെ. ഇതിപ്പോൾ ആദ്യം ഞാൻ തന്നെ അറിഞ്ഞ നന്നായി. നിങ്ങളമ്മത് അറിഞ്ഞെങ്കിൽ നല്ല പണി ഇട്ടി നിങ്ങൾക്ക്. എന്തായാലും നിങ്ങൾ വീട്ടിൽ തന്നെയല്ലേ വരിക. ബാക്കി പണി ഞാൻ തരാം.
ഉമ്മച്ചാളാമില്ലല്ലേ ഫൈറ്റ്. ഞാനും ബേബി താത്ത ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരല്ലേ ഇല്ലേക്കാ. അപ്പൊ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞ സ്ഥിതിക്ക് ഉപ്പച്ചിന്റെ വക ഒരു ഫ്രൂട്ട് സലാഡ് എനിക്കും. എന്നാ പിന്നെ എനിക്കും. അപ്പൊ പിന്നെ എനിക്ക് ഞങ്ങള് ഫ്രൂട്ട് സലാഡ് കഴിക്കുന്നുണ്ട്. ഇത് ഉപ്പച്ചി. നിങ്ങളൊക്കെ വീട്ടിൽ വരിക വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ല എന്താപ്പത് കഥ? ബാപ്പി മക്കളൊക്കെ ഒരു ജാതി. അവ്വോ, ഇത് അബു ആണല്ലോ ഈ വിളിക്കണത്. വലിയടങ്ങേറും വല്ലതും ഉണ്ടാന്നാവും. എടുത്തോക്കട്ടെ. ഹലോ ഹലോ ആ പിന്നെ അബോ, എന്തിയപ്പത് ഈ സമയത്ത്? ഒന്നുമില്ല. എന്താ പരിപാടി? തിരക്കുന്നുണ്ടോ? എന്ത് തിരക്ക അബോ, ഓരോരുത്തരെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്ന് പറയും. അത് പരിഹരിച്ചോണ്ട് എടുക്കല്ലേ ഇപ്പൊ നമ്മള്. നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. എന്നാ പറ്റുകയാണെങ്കിൽ വൈകുന്നേരം വീട്ടിൽ നിന്ന് വരുമോ? അതെന്തിയപ്പത് വീട്ടിക്ക് വൈകുന്നേരം? ഒന്നുമില്ല, വല്ല കോളുണ്ടാ? ഇന്ന് ചെറിയൊരു കോളുണ്ട്. ആളെയും ബിരിയാണി വെക്കാന്ന് പറഞ്ഞോണേ. ഏതളിയനാ? നമ്മളെ ചൊറിയൻ അളിയനാ? ആ, നമ്മളെ സുലൈഖാന്റെ ആങ്ങളെ. ഉറപ്പായിട്ട് ഞാൻ വരും. കാരണം നമ്മളെ ചൊറിയൻ അളിയനുള്ളോണ്ട്. ആ, നിങ്ങളെ പറ്റുകയാണെങ്കിൽ എന്തായാലും വരി. ആ എന്നാ ശരിയാ പോ. ഓക്കെ, ആയിക്കോട്ടെ, ഞാൻ വരാം. ശരി ശരി. അബു വിളിച്ചിക്കണ്. ഇനിയിപ്പോൾ അത് ബിരിയാണിക്ക് തന്നെ ആവുമോ? ഇനിയിപ്പോൾ നാളത്തെ മാതിരി നമ്മളെ ശരിയാക്കാനായിട്ട് ആവുമോ? ആ, ഏതായാലും പോയോക്കാം.